മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് നട തുറന്നത്. ഇന്ന് രാത്രി മുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടും. മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമല സന്നിധാനത്ത് വീണ്ടും ദർശന പുണ്യം. നട തുറന്നതിന് പിന്നാലെ മേൽശാന്തി ആഴിയിൽ ദീപം പകർന്നു. ഇന്ന് പൂജകളോ അഭിഷേകങ്ങളോ ഇല്ല. നാളെ പുലർച്ചെ 4 മണി മുതൽ ഭക്തർക്ക് ദർശനം അനുവദിക്കും. എരുമേലി വഴിയുള്ള കാനനപാത 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ തുറക്കും. ഉദ്യോഗസ്ഥ സംഘം പാതയിൽ അവസാനവട്ട പരിശോധന നടത്തി. 31-ാം തീയതി തൊട്ട് രാവിലെ തൊട്ട് നമുക്ക് പിൽഗ്രിംസിന് ഇതുവഴി പെർമിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടാവും. 7 മണി തൊട്ട് 12 മണി വരെയാണ് അഴുതക്കടവ്, മുക്കുഴി എന്നീ സ്ഥലങ്ങളിലേക്ക് പെർമിഷൻ അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ കോഴിക്കൽ കടവിൽ നിന്ന് രാവിലെ 5:30 തൊട്ട് 10:30 വരെയാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ 60,000 തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം. ജനുവരി 14-നാണ് മകരവിളക്ക്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. 89-ാം ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായി അവതരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ ശാന്തിമാരെ നിയമിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആവശ്യപ്പെട്ടു. ഗുരുവിന്റെ സന്ദേശം സമൂഹം പൊതുവിൽ ഉൾക്കൊണ്ടെങ്കിലും അത് മനസ്സിലാക്കാത്തവരും ഉൾക്കൊള്ളാത്തവരും ഇന്നുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ഗുരു വഹിച്ചു. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ശ്രീനാരായണ ഗുരു വഹിച്ചു എന്നത് നമ്മുടെ നാട് കാണുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ഈ കാലം ഗുരുവിനെയും പെരിയാറിനെയും പോലെയുള്ള മഹാന്മാർ അംഗീകരിക്കില്ലെന്ന് മുഖ്യാതിഥിയായിരുന്ന DMK നേതാവ് കനിമൊഴി പറഞ്ഞു. അവരെ പറ്റി എഴുതും പൊഴുത് മലയാളത്ത് വള്ളലാർ என்று அவரை போற்றி எழுதக்கூடிய அளவிலே நாங்களும் போற்றக்கூடிய ஒருவர் அவர் இருந்திருக்கிறார் என்றால் அந்த சமூக நீதிக்காக அவருடைய வாழ்வை தகவமைத்துக் கொண்டதற்காகத்தான் ഇன்றളവും മക്കൾ അവരെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ ശ്രീനാരായണ വിശ്വാസിയാണ് മുഖ്യമന്ത്രിയെന്ന് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ ശാന്തിമാരെ നിയമിക്കണമെന്നും ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. ശബരിമല ക്ഷേത്രത്തിലും ഏറ്റുമാനൂര്, വൈക്കം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ വലിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇന്നും അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണമെന്നുള്ള തീട്ടൂരം നിലനിൽക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഗവർണറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ തീർത്ഥാടന സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. മറ്റന്നാൾ തീർത്ഥാടനം സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന ആരോഗ്യ സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിൽ ഇന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ വ്യക്തികൾക്കാണ് സാധ്യമാകുന്നതെന്ന് വീണ ജോർജ് പറഞ്ഞു. വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി എന്നിങ്ങനെ ഗുരുദേവ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു സമ്മേളനത്തിലേക്ക് ഔപചാരികമായി ഗുരുവായൂർ നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഡ്രെയിനേജിന്റെയും ഫുട്പാത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി MV ഗോവിന്ദൻ നിർവഹിച്ചു. NK അക്ബർ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 10 കിലോമീറ്റർ നീളത്തിലാണ് കാനയും നടപ്പാതയും നിർമ്മിച്ചത്. രാത്രി സഞ്ചാരം ലക്ഷ്യമിട്ട് ലൈറ്റുകളും ഗ്രില്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 17.38 കോടി രൂപയ്ക്കാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിൽ 50% കേന്ദ്രത്തിന്റെയും 30% സംസ്ഥാനത്തിന്റെയും 20% നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. ഊരാളുങ്കൽ സൊസൈറ്റിയായിരുന്നു നിർമ്മാണ ചുമതല. പത്തനംതിട്ട ആങ്ങാമൊഴിയിൽ നിന്നും അവശ്യനിലയിൽ വനംവകുപ്പ് കണ്ടെത്തിയ പുലിക്കുട്ടി ചത്തു. ആഴ്ചകൾക്ക് മുമ്പ് മുള്ളൻ പന്നിയുടെ ആക്രമണത്തിനിരയായതാണ് ആരോഗ്യം മോശമാകാൻ കാരണം. ഇന്നലെ നടത്തിയ ശസ്ത്രക്രിയയിൽ 10 സെന്റിമീറ്റർ നീളമുള്ളതടക്കം 2 മുള്ളുകൾ കണ്ടെത്തിയിരുന്നു. മുള്ളുകൊണ്ട് ശ്വാസകോശത്തിലും മുറിവേറ്റിരുന്നു. കോഴിക്കോട് മുക്കത്ത് മത്സ്യക്കട കെട്ടിട ഉടമ തകർത്തതായി പരാതി.
മുക്കം മാർക്കറ്റിലെ ഫിഷ് പാലസാണ് രാത്രി അടിച്ചു തകർത്തത്. വാടക സംബന്ധിച്ച തർക്കമാണ് മത്സ്യക്കട തകർക്കാൻ കാരണമെന്നാണ് സൂചന. ഇന്ന് രാവിലെ കട തുറക്കാൻ മത്സ്യവ്യാപാരിയായ അൻസാർ എത്തിയപ്പോഴാണ് കട അടിച്ചു തകർത്തതായി കണ്ടത്. കടയിലുണ്ടായിരുന്ന 1.25 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി അൻസാർ പറഞ്ഞു. വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന. കടയ്ക്ക് വാടകയ്ക്കൊപ്പം തവണകളായിരുന്നു അഡ്വാൻസ് നൽകിയിരുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം കച്ചവടം കുറഞ്ഞു. ഇതോടെ സമയത്ത് അഡ്വാൻസ് കൊടുത്തു തീർക്കാനായില്ലെന്നും അൻസാർ പറഞ്ഞു. ഇപ്പം എനിക്ക് ഒറ്റടിക്ക് പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതൊന്നും എനിക്ക് പറഞ്ഞാൽ കേൾക്കണ്ട, എനിക്ക് പറ്റില്ല, ഒറ്റടി തരാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ നീ കട ഒഴിഞ്ഞാളാന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റുള്ള കടങ്ങളും മറ്റുള്ള കൊടുക്കാനും കിട്ടാനൊക്കെ ഉണ്ട് പൈസ, അതൊക്കെ എൻ്റെ ഇത് ഒറ്റടിക്കൊന്ന് പൂട്ടി പോയാൽ നടക്കൂല. അപ്പോൾ ഒരു പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് നടപടി എടുത്തോളാമെന്നും പറഞ്ഞു. ഇപ്പം ചെയ്തതൊക്കെ പാടെ വലിച്ചിട്ട് പുറത്തിട്ട് കണ്ട് ഇപ്പോൾ നമ്മളെ വയ്യാതാരാക്കിയ മാതിരിയാണിത്. ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന 40,000 രൂപയുടെ മത്സ്യവും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യവും ഐസും റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. മത്സ്യവില്പനയ്ക്കായി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബും തകർത്തു. കെട്ടിടവും കടമുറിയും കെട്ടിട ഉടമ പുതിയ പൂട്ടിട്ട് പൂട്ടി. മത്സ്യക്കച്ചവടക്കാർ മാസങ്ങളായി വാടക നൽകാറുണ്ടായിരുന്നില്ലെന്നും കെട്ടിട ഉടമ പറഞ്ഞു. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മുക്കം. കൊട്ടാരക്കര വെട്ടിക്കവലയിൽ വയോധികനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഗാന്ധിഗ്രാം കനാലിന് സമീപമാണ് 80 വയസ്സ് തോന്നിക്കുന്നയാളെ കണ്ടെത്തിയത്. കല്ലട ജലസേചന പദ്ധതി കനാലിന് സമീപമുള്ള അംഗൻവാടിയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് വയോധികനെ അവശനിലയിൽ കണ്ടത്. നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആളിനെ കണ്ടപ്പോൾ പാരലൈസ് വന്നതായിട്ട് തോന്നുന്നു. ആരോ ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡോ മറ്റു രേഖകളോ ഒന്നും കൈവശമില്ല. സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന അവസ്ഥയിലാണ്. വാഹനത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാകാമെന്നാണ് സംശയം. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 4 മണിയോടെ ഒരു വാഹനം പ്രദേശത്ത് നിർത്തിയതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് യാദൃശ്ചികമായ സംഭവമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നതല്ല. കാരണം എന്തെന്നാൽ ഈ വിജനമായ ഭാഗത്ത് ഇതുപോലെ ചെയ്യണമെങ്കിൽ അത് വളരെ ക്രൂരമായ രീതിയിൽ ചെയ്ത ഒരു സംഭവമായിട്ടാണ് നമുക്ക് സാധിക്കുന്നത്. തൊട്ടടുത്ത കനാലാണ്. ഈ കനാലിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ സംഭവിക്കുന്നത് വേറെ രീതിയിലായിരുന്നു. സമീപവാസികൾക്കെല്ലാം ഒരു കുറ്റകരമായ രീതിയിലേക്ക് ഉള്ള സന്ദർഭം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി അന്വേഷണം വേണമെന്നും പോലീസ് പട്രോൾ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് ചാലിശ്ശേരിയിൽ 10 വയസ്സുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 33 വർഷവും 6 മാസവും തടവും 2 ലക്ഷം രൂപ പിഴയും. പൊന്നാനി കൊല്ലമ്പടി സ്വദേശി ഹുസൈനാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. വാടക വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാർ KSRTC ഡിപ്പോയ്ക്കും മികച്ച വരുമാനം. ലോക്ക്ഡൌണിന് ശേഷം ആദ്യമായി ഡിപ്പോയുടെ ഒരു ദിവസത്തെ വരുമാനം 5 ലക്ഷം രൂപ കടന്നു. 6 ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ 21 സർവീസുകളാണ് നിലവിലുള്ളത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്ക് വർദ്ധിച്ചതോടെയാണ് മൂന്നാർ KSRTC ഡിപ്പോയ്ക്കും മികച്ച വരുമാനം നേടാനായത്. ഈ മാസം 27-ന് ഡിപ്പോയിൽ ലഭിച്ച വരുമാനം 5,02,878 രൂപയാണ്. ലോക്ക്ഡൌണിന് ശേഷം ആദ്യമായാണ് ഡിപ്പോയുടെ ഒരു ദിവസത്തെ വരുമാനം 5 ലക്ഷം കടന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം കളക്ഷൻ വരുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 40 രൂപ അടുത്ത് വരുന്നുണ്ട്. ഓർഡിനറി ബസ്സുകൾക്ക് 15,000 രൂപ അടുത്ത് കളക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ മെച്ചപ്പെട്ട കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ 21 സർവീസുകളാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും നിലവിലുള്ളത്. കോവിഡ് കാലത്തിനു മുൻപ് 37 സർവീസുകൾ മൂന്നാർ ഡിപ്പോയിൽ ഉണ്ടായിരുന്നു. 7 ലക്ഷം രൂപ വരെ ഒരു ദിവസം മൂന്നാർ ഡിപ്പോയ്ക്ക് വരുമാനമായി ലഭിച്ച കാലയളവ് കോവിഡ് കാലത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് KSRTC അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള 5 സർവീസുകളും ബാംഗ്ലൂരിലേക്കുള്ള 1 സർവീസുമാണ് ദീർഘദൂര സർവീസുകളായി മൂന്നാർ KSRTC ഡിപ്പോയിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് 18 മൂന്നാർ. കാർഷിക കേരളം. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങൾ മുന്തിരിയുടെ വിളവെടുപ്പ് തിരക്കിലാണ്. ഇടതൂർന്ന് പഴുത്തു തുടുത്ത് മുന്തിരിപ്പാടങ്ങൾ തേടി ധാരാളം സഞ്ചാരികളും എത്തിത്തുടങ്ങി. കാഴ്ചകൾ അതിമനോഹരമാണെങ്കിലും തുടർച്ചയായ മഴ ഇത്തവണത്തെ വിളവിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ.
അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ, ചുരുളിപ്പട്ടി, തേവർപട്ടി, KK-പട്ടി, ആനമലയൻപട്ടി തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് തമിഴ്നാട്ടിൽ പ്രധാനമായും മുന്തിരി കൃഷിയുള്ളത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ച് നിർത്തിയിരിക്കുന്ന മുന്തിരിപ്പാടങ്ങൾ മനോഹര കാഴ്ചയാണ് നൽകുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ മുന്തിരിത്തോപ്പുകൾ തേടി സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഈ മുന്തിരിത്തോട്ടം കാണാൻ വന്നതാണ്. ഇത് ചുരുളിപ്പട്ടി എന്ന സ്ഥലത്താണ് ഈ മുന്തിരി ഇങ്ങനെ കാഴ്ച കിടക്കുന്നത്. മനോഹരമായ ദൃശ്യമാണ്. ഞങ്ങളിത് കാണുന്നതിന് വേണ്ടി വന്നതാണ്. കറുത്ത മുന്തിരിയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. വർഷത്തിൽ 4 തവണയാണ് വിളവെടുപ്പ്. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് പ്രധാന വിളവെടുപ്പ് കാലം. കേരളത്തിലേക്കും കർണാടകയിലേക്കും ചെന്നൈ മേഖലയിലേക്കുമാണ് ഇവിടെ നിന്ന് മുന്തിരി കയറ്റി അയക്കുന്നത്. ഈ വർഷം തുടർച്ചയായി മഴ ലഭിച്ചതുമൂലം വ്യാപക കൃഷിനാശമുണ്ടായി. വിളവെടുത്ത മുന്തിരിയിൽ നല്ലൊരു ശതമാനവും വിൽപ്പനയ്ക്ക് അനുയോജ്യമായവയല്ല. பார்த்தீங்கன்னா கிரேப்ஸ் வந்து பார்த்தீங்கன்னா ரொம்ப லாஸ். ஏன்னா நிறையா ஹெவி ரெயின், அதனால் பார்த்தீங்கன்னா பழம் ரொம்ப டேமேஜாக இருக்குது. அது இல்லாமல் விலை கம்மியாக இருக்குது. இதில் பார்த்தீங்கன்னா நம்மளுக்கு இந்த வாட்டி ரொம்ப லாஸ். ஏன்னா பழம் சேல்ஸே பண்ண முடியாது, அந்தளவுக்கு ரொம்ப டேமேஜ். മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് മുന്തിരി വാങ്ങുന്നതിനും കർഷകർ അവസരമൊരുക്കിയിട്ടുണ്ട്. തോട്ടങ്ങളിൽ സൗജന്യ സന്ദർശനമാണ് കർഷകർ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. എടവണ്ണ കുന്നുമ്മൽ അങ്കണവാടി പരിസരത്ത് ലോക്ക്ഡൌൺ കാലത്ത് ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. തക്കാളി, വഴുതന, വെണ്ട, പയർ, മുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. പച്ചക്കറികൾ പ്രദേശവാസികൾക്കും കിടപ്പിലായ രോഗികൾക്കും വിതരണം ചെയ്തു. മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ച് പ്രവാസി. കാസർഗോഡ് രാവണേശ്വരം പുതിയ കണ്ടത്തെ അശോകൻ നമ്പ്യാരാണ് വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയിൽ മികച്ച വിളവ് നേടിയത്. 32 വർഷം പ്രവാസ ജീവിതം നയിച്ച രാവണേശ്വരം പുതിയ കണ്ടത്തെ N. അശോകൻ നമ്പ്യാർ നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് 5 വർഷമായി. പച്ചക്കറി കൃഷിക്ക് പുറമെ തെങ്ങ്, വാഴ, പശുപരിപാലനം, കോഴി വളർത്തൽ തുടങ്ങി നിരവധി കൃഷികൾ അശോകൻ നമ്പ്യാർ ചെയ്തുവരുന്നു. ഇതിനിടയിലാണ് മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിന്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടെയാണ് മത്സ്യകൃഷി. ഒരു പ്രോജക്ടിന് 1,23,000 രൂപയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നത്. ഇതിൽ 40% സബ്സിഡിയായി കർഷകന് ലഭിക്കുന്നു. ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ് നൽകുന്നത്. 10 മീറ്റർ നീളവും 8 മീറ്റർ വീതിയും 2.5 മീറ്റർ ആഴവുമുള്ള കൃത്രിമ കുളം നിർമ്മിച്ചാണ് മത്സ്യകൃഷിക്കായി പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1000 അസാം വാള കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഈ മീനിൻ്റെ കുളമുണ്ടാക്കാൻ ഏകദേശം എനിക്കൊരു 2 ലക്ഷത്തിന് 2.5 ലക്ഷത്തിന് രൂപയോളം ചിലവായിട്ടുണ്ട് 2-3 ഘട്ടങ്ങളിലായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു 2-3-4 പ്രാവശ്യങ്ങളും മീൻ വിളവെടുക്കണം നല്ല രീതിയിൽ, എന്നാലേ എൻ്റെ ഇതുവരെയുള്ള അധ്വാനത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. വിളവെടുപ്പ് നടത്തിയ ഒരു അസാം വാള മത്സ്യത്തിന് ഏകദേശം 400 ഗ്രാം തൂക്കം വരും. കൃഷിക്ക് ആവശ്യമായ പ്രോത്സാഹനവുമായി ഭാര്യ കാർത്യായനിയും മക്കളായ ശ്രുതിയും ഒപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇനിയൊരിടവേള. എത്ര കണ്ടാലും മതിവരാത്തൊരിടമാണ് ഇടുക്കിയിലെ വാഗമൺ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം. പൈൻ മരങ്ങളുടെ മനോഹാരിതയും തേയിലത്തോട്ടങ്ങളുടെ ഊഷ്മളതയും വാഗമണിലെത്തുന്ന ഏതു സഞ്ചാരിയുടെയും മനം കവരും. പച്ചപ്പ് പുതച്ച വാഗമണ്ണിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ്. നോക്കത്താ ദൂരത്തോളം നിവർന്നുകിടക്കുന്ന മൊട്ടക്കുന്നുകളാണ് വാഗമണ്ണിന്റെ പ്രധാന ആകർഷണം. ഡിസംബർ ആയതോടെ കുന്നുകളെല്ലാം പച്ചയണിഞ്ഞു. മലമുകളിലേക്ക് പെയ്തിറങ്ങുന്ന കോടമഞ്ഞും വിശാലമായ പുൽപ്പരപ്പും സഞ്ചാരികൾ കീഴടക്കിയിരിക്കുകയാണ്. ഈ സമയത്തെ വാഗമൺ യാത്രയും അവിസ്മരണീയമാണ്. ഹെയർപിൻ യാത്ര ആസ്വദിക്കാൻ എത്തുന്നവരും ഏറെയാണ്. ഈ വാഗമണിനെ സംബന്ധിച്ചിടത്തോളം തേയിലത്തോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. കുറച്ച് തേയിലകൾ തളിർത്ത് നിൽക്കുന്നു. പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ തേയിലകൾ വെട്ടി നിർത്തി കുറച്ചു ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത് രണ്ടും വ്യത്യസ്തമായ ഒരു കാഴ്ചയും ഇതിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ വളർച്ചയും അതിൻ്റെ പുനർകൃഷിയും ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ളൊരു നല്ലൊരു കാഴ്ചയാണ് ഈ തേയിലത്തോട്ടം. വാഗമണ്ണിലെ കോടമഞ്ഞും ആസ്വദിക്കേണ്ടത് തന്നെ. പൈൻമരക്കാടുകളും ആരെയും ആകർഷിക്കും. വാഗമൺ ടൗണിന് സമീപമുള്ള മനോഹര തടാകവും മറ്റ് ദൃശ്യവിസ്മയങ്ങളും നിരവധി സിനിമകളിലും ഇടം നേടിയിട്ടുണ്ട്. ന്യൂസ് 18 വാഗമൺ. നിർമ്മാണം ആരംഭിച്ച് 11 മാസം കഴിഞ്ഞിട്ടും കണ്ണൂർ രേരോം പ്രൊപ്പൈൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. റോഡ് പണി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയതോടെ യാത്രാക്ലേശത്തിലാണ് പ്രദേശവാസികൾ.
10 കോടിയോളം രൂപ ചിലവിലാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു വ്യവസ്ഥ. കാസർഗോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 2020 ഫെബ്രുവരിയിൽ പ്രവൃത്തി ആരംഭിച്ചുവെങ്കിലും ഡിസംബർ ആയിട്ടും എങ്ങുമെത്തിയില്ല. ആലക്കോട് പഞ്ചായത്തിലെ രയരോത്ത് നിന്നും ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ, തിരുമേനി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന റോഡ് കൂടിയാണിത്. ആവശ്യമായ യന്ത്ര സംവിധാനങ്ങളോ തൊഴിലാളികളോ ഇല്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ പ്രധാന കാരണവും ഇതാണ്. റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഒരുപോലെ ദുസ്സഹമാണ്. ഒരുപാട് സ്ഥലത്ത് കാനയും മറ്റുള്ള പാലങ്ങളും കാര്യങ്ങളും വേണ്ടെടുത്ത് അവർ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ടാലും കാര്യങ്ങൾ വളരെ നീക്കുപോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേരാണ് ദിവസേന ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചും റോഡ് പണി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മേഖലകളിൽ പോലും കാനയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം ഇത് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു ഏരിയയാണിത്. പക്ഷേ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ കാനകളോ മറ്റോ നിർമ്മിച്ചിട്ടില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് AEOനോട് നിരന്തരമായിട്ട് പരാതികൾ പറയുകയും എന്നാൽ അതിന് യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുമില്ല. ഓവുചാലുകൾ നിർമ്മിക്കാതെയും കയറ്റം കുറക്കാതെയും ടാറിംഗ് നടത്തുന്നത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇനിയും പ്രവൃത്തി നീണ്ടുപോയാൽ റോഡ് ഉപരോധം പോലുള്ള സമരപരിപാടികളുമായി രംഗത്ത് വരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ആലക്കോട്. ഇടുക്കി തേവാരംമെട്ടിൽ റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് അപകടങ്ങൾ പതിവാക്കുന്നു. ചുരം പാതയിൽ കൊടും വളവുകളുള്ള സ്ഥലങ്ങളിൽ പോലും ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവുന്നില്ല. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടെ കടന്നുപോകുന്ന നെടുങ്കണ്ടം തേവാരമെട്ട് ഉടുമ്പൻചോല പാതയുടെ ഭാഗമാണ് ഇവിടം. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് അതിർത്തി പാതയിലൂടെ കടന്നുപോകുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തേവാരമെട്ടിലെ ചുരം പാതയിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിടുന്നത് പതിവാണ്. രാത്രികാലങ്ങളിൽ കനത്ത മൂടൽമഞ്ഞുള്ളതിനാൽ വളവ് തിരിച്ചറിയാൻ ഡ്രൈവർമാർക്ക് സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് വിനോദസഞ്ചാരികളുമായി എത്തിയ വാഹനം മറിഞ്ഞ് 4 പേർ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. 2 വർഷം മുൻപ് സ്കൂൾ ബസ്സും ഇതേ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. ഭയങ്കര അപകട സാധ്യത കൂടിയ ഒരു വളവാണ്. ഈ വളവില് ഇപ്പൊ പണി പൂർത്തീകരിക്കാതെ പൊടിമിറ്റലെല്ലാം അവിടെ കിടന്ന് വാഹനങ്ങൾ നിരക്കിപ്പോയി അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുള്ള ഒരു സിഗ്നൽ ബോർഡുകളോ ഒന്നും ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയോ ഈ റോഡ് കോൺട്രാക്ടർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഭയങ്കര അപകടമായ സാഹചര്യമാണ്. പിന്നെ പുതിയതായിട്ട് ടാറിങ് അവർ ചെയ്തിരുന്നു. ഒരു സിഗ്നൽ ബോർഡോ ഒന്നും അറിയില്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ റോഡ് എന്താണെന്ന് അറിയില്ല. അതിനെപ്പറ്റി അധികാരികൾ ഇടപെടണം. കൊടും വളവിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുകയും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. സംസ്ഥാന പാതയുടെ നവീകരണം അശാസ്ത്രീയമായ രീതിയിലെന്ന് പരാതി. എരഞ്ഞിമാവ് മുതൽ നോർത്ത് കാരശ്ശേരി വരെയുള്ള നവീകരണ പ്രവൃത്തിയിലാണ് പരാതി ഉയർന്നത്. തകർന്ന കലുങ്കുകൾ പുനർനിർമ്മിക്കാതെ ടാറിംഗ് നടക്കുന്നതായും ആരോപണമുണ്ട്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നവീകരണത്തിൽ എരഞ്ഞിമാവ് മുതൽ നോർത്ത് കാരശ്ശേരി വരെയുള്ള നിർമ്മാണത്തിനെതിരെയാണ് പരാതി ഉയരുന്നത്. റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് പ്രധാന ആരോപണം. നോർത്ത് കാരശ്ശേരി വരെയുള്ള ഭാഗത്തെ വർഷങ്ങൾ പഴക്കമുള്ള 9ഓളം കലുങ്കുകൾ പുനർനിർമ്മിക്കാതെയാണ് ടാറിംഗ് പൂർത്തീകരിച്ചതെന്നും ആരോപണമുണ്ട്. നിലവിലുണ്ടായിരുന്ന റോഡ് വീതി കൂട്ടി ടാർ ചെയ്തതോടെ കാൽനട യാത്രക്കാർക്കുള്ള വഴി ഇല്ലാതെയായി. റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ എരഞ്ഞിമാവ് മുതൽ മുക്കം വരെയുള്ള ഭാഗത്ത് നിർമ്മാണത്തിൽ ഒരുപാട് അശാസ്ത്രീയതകൾ കാണുന്നുണ്ട്. നിലവിൽ റോഡ് പൂർണ്ണമായിട്ടും വീതി കൂട്ടി ടാർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഒരു ഭാഗത്തും ഇപ്പോൾ ഇല്ല. അതേപോലെ തന്നെ 60 വർഷം മുമ്പ് നിർമ്മിച്ച ഓവുപാലങ്ങൾ 9 എണ്ണം പുനർനിർമ്മിക്കാതെയാണ് ഇപ്പോൾ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിൽ 1 വർഷം മുമ്പ് വെള്ളക്കെട്ടുണ്ടായി റോഡ് തകർന്ന സാഹചര്യത്തിൽ ഇന്റർലോക്ക് പൊളിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഇന്റർലോക്ക് നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് മറ്റെവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തരത്തിൽ സംസ്ഥാന പാതയിലെ വിവിധയിടങ്ങളിൽ പാകിയ ഇന്റർലോക്കുകൾ നശിപ്പിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാവുന്നതെന്നും നാട്ടുകാർ പറയുന്നു. 1 വർഷം മുമ്പാണ് ഈ ഇന്റർലോക്ക് പാകിയത്. അപ്പോൾ ഇത് ലക്ഷങ്ങളോളം ചെലവഴിച്ചിട്ടാണ് ഇന്റർലോക്ക് പാകിയത്. ഇതേ സംവിധാനം തന്നെ ഗോതമ്പ് റോഡുണ്ട്, ചുങ്കത്തുണ്ട്. ഇതൊക്കെ ഈ രീതിയിലാണ് പൊളിച്ചു മാറ്റുന്നതെങ്കിൽ ഒരു 1.5 കോടി രൂപയുടെ മുകളിലേക്ക്
ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരായ ജനങ്ങളെ നികുതി പണം വേസ്റ്റ് ആവുന്ന രീതിയിലാണ് ഇതുള്ളത്. റോഡ് നിർമ്മാണത്തെക്കുറിച്ച് നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അപാകതകളെല്ലാം പരിഹരിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.